23 വയസ്സ് മുതലാണ് ഞാൻ നോമ്പെടുക്കാൻ തുടങ്ങിയത്. 15 വയസ്സിൽ പ്രായപൂർത്തി കണക്കാക്കിയാൽ 8 വർഷത്തെ നോമ്പ് ഖളാ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? മുദ്ദ് എത്ര വീതം നൽകണം? ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം നൽകിയാൽ മതിയാകുമോ? അതോ ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് എന്ന നിലയിൽ ആദ്യ വർഷത്തിന് 8, രണ്ടാം വർഷത്തിന് 7 എന്ന വിധത്തിൽ നൽകേണ്ടതുണ്ടോ? നമ്മളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് പ്രായപൂർത്തിയായതിന് ശേഷം ഒരുപാട് നോമ്പുകൾ നമ്മളതൊക്കെ മിസ്സായിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന നിലയിൽ നൽകിയാൽ മതിയാകുകയില്ല. കാരണം 23 വയസ്സ് മുതലാണ് അവർ നോമ്പ് എടുക്കാൻ തുടങ്ങിയത്. പ്രായപൂർത്തിയായിട്ട് മുന്നേ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നോമ്പ് ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ്ദ് എന്ന വിധത്തിൽ നൽകേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഒരു നോമ്പ് ഖളാ വീട്ടാതെ 8 വർഷങ്ങൾ പിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നോമ്പിന് ഒരു നോമ്പിന് തന്നെ 8 മുദ്ദുകൾ നൽകേണ്ടതാണ്. അപ്രകാരം ഓരോ നോമ്പും എത്ര വർഷങ്ങൾ ഖളാ വീട്ടാതെ പിന്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോമ്പ് ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ്ദ് എന്ന തോതിൽ മുദ്ദുകൾ നൽകുകയും നോമ്പുകൾ ഖളാ വീട്ടുകയും വേണം. നിർബന്ധമായി തീരുന്ന നോമ്പുകളെല്ലാം നോറ്റി വീട്ടി എന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ പരമാവധി എണ്ണം കണക്കാക്കി നോമ്പുകൾ നോറ്റ് വീട്ടേണ്ടതാണ്. മനസ്സിലായല്ലോ?